ALH ധ്രുവ് ഹെലികോപ്റ്ററുകൾ വീണ്ടും ദൗത്യത്തിനായി ഉപയോഗിക്കാൻ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ തീരുമാനം. ഡിഫക്ട് ഇൻവെസ്റ്റിഗേഷൻ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. തുടർച്ചയായി അപകടങ്ങളിൽപ്പെട്ടതോടെയാണ് ധ്രുവ് ഹെലികോപ്റ്ററുകളെ ദൗത്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ പ്രതിരോധ മന്ത്രാലയം തീരുമാനിച്ചത്. അച്യുതൻ വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് അച്യുതൻ, ഈ പുതിയ തീരുമാനം എന്തടിസ്ഥാനത്തിലാണ്? വളരെ വിശദമായ ശാസ്ത്രീയ പരിശോധനകളൊക്കെ നടത്തി ധ്രുവ് ALH വീണ്ടും ഇത്തരം ദൗത്യ മേഖലകളിലേക്ക് പറ്റും എന്നുറപ്പിച്ചിട്ടാണ് ഈ തീരുമാനം, അല്ലേ? തീർച്ചയായിട്ടും വിജയകുമാർ, അതായത് കഴിഞ്ഞ ജനുവരി 5-ന് ഈ കോസ്റ്റ് ഗാർഡിന്റെ ALH മാർക്ക് 3 വിമാന ഹെലികോപ്റ്റർ പരിശീലന പറക്കലിനിടെ അപകടത്തിൽപ്പെടുകയും 3 ക്രൂ അംഗങ്ങൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ സായുധ സേന ഏതാണ്ട് 330ഓളം ALH ഹെലികോപ്റ്ററുകളെ ദൗത്യത്തിൽ നിന്ന് മാറ്റി നിർത്തിയത്. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു നിർണായക തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് ALH ധ്രുവ ഹെലികോപ്റ്ററുകൾ വീണ്ടും ദൗത്യത്തിനായി ഉപയോഗിക്കാം. അതായത് ALHന്റെ കരസേനയുടെയും വ്യോമസേനയുടെയും പതിപ്പുകൾ ദൗത്യങ്ങൾക്കായി ഉപയോഗിക്കാമെന്നാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഡിഫക്ട് ഇൻവെസ്റ്റിഗേഷൻ കമ്മിറ്റി നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ആ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട ദൗത്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഹെലികോപ്റ്ററുകളാണ് എന്ന തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയ ശേഷമാണ് ഇക്കാര്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതായത് തുടർന്നും കരസേനയുടെ ആയിരുന്നാലും വ്യോമസേനയുടെ ആയിരുന്നാലും മറ്റ് സേനകളുടെ ദൗത്യങ്ങൾക്കായി ALH ധ്രുവ് ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കാം എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വിജയകുമാർ, ALH ഹെലികോപ്റ്ററുകൾ വീണ്ടും ദൗത്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.